കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിമിതമായ രീതിയിൽ ലെബനൻ അതിർത്തിയിൽ കമാൻഡോ ഓപ്പറേഷൻ തുടങ്ങിയ ഇസ്രായേലിന്റെ കരസേന ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു തങ്ങൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒപ്പം കുറഞ്ഞ ലെവലിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനാണ് ഇപ്പോൾ നടത്തുന്നതെന്ന വിവരവും പുറത്തു വരുന്നത്. ഏതായാലും ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു അവർ ഗ്രൗണ്ട് ഓപ്പറേഷൻ അതായത് കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇന്ന് പുലർച്ചെ ലെബനനിലെ സിഡോണിനടുത്തുള്ള ഐൻ അൽ ഹിൽവേ എന്ന് പറയുന്ന പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ കെട്ടിടം തകർത്തുകൊണ്ടാണ് ഒരു വലിയ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഈ കരസേനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യോമാക്രമണം ബെയ്റൂട്ടിലടക്കം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്ക ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെടിനിർത്തലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. കാരണം ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കരുതെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലെബനന്റെ തെക്കൻ ലെബനൻ ഭാഗത്തെ അതിർത്തികൾ അവരുടെ കരസേന ടാങ്കുകളും മറ്റും കടന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു, ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. തങ്ങൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ പാലസ്തീൻ ക്യാമ്പ് കെട്ടിടം തകർത്തുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം. ഒപ്പം തന്നെ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊരു ഉത്തരവും ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. 3 നഗരങ്ങളിൽ നിന്നുള്ള ജനങ്ങളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജനവാസ കേന്ദ്രങ്ങളിലൊക്കെയാണ് ഈ ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പും ഒപ്പം തന്നെ ആയുധ ഡിപ്പോകളും മറ്റുമൊക്കെ ഉള്ളത്. ഏതായാലും ഈ തെക്കൻ ലെബനന്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക, ഒപ്പം തന്നെ അഭയാർത്ഥികളായി എത്തിയ ഇല്ലെങ്കിൽ പലായനം ചെയ്യേണ്ടി വന്ന 60,000 പേരെ അവിടെ പുനരധിവസിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. ഒപ്പം തന്നെ ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും. ഏതായാലും കാത്തിരുന്ന ആ ഒരു വലിയ പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നു. കരസേന കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.